ഗിവ് ജെയിൻ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കുട്ടി ഗണപതി ഐഡലാണ്. അപ്പോൾ നമ്മൾ കുറേ നാളായില്ലേ ഗണപതി ഐഡൽസ് ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു കുഞ്ഞ് ഐഡൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോൾപോസ്റ്റലിൻ ക്ലേ ആണ് കേട്ടോ ആവശ്യമായിട്ടുള്ളത്. നിങ്ങൾക്ക് വേറെ ഏത് ക്ലേ വേണമെങ്കിലും ഉപയോഗിക്കാം. അങ്ങനെ നമ്മൾ കോൾപോസ്റ്റലിൻ ക്ലേയിൽ റെഡ് കളർ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഗണപതി ഭഗവാന്റെ കാലുകളാണ് സ്കൾപ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ധോത്തിയുടെ ഭാഗമാണ് കേട്ടോ ചെയ്യാൻ പോണേ. അപ്പോൾ ഞാനിവിടെ റെഡ് കളർ ധോത്തിയാണ് ചെയ്യുന്നത്. സോ നമ്മുടെ പാദം ഒഴിച്ചിട്ടുള്ള ബാക്കി ഭാഗമാണ് നമ്മൾ ആദ്യം സ്കൾപ്റ്റ് ചെയ്യുക. അപ്പോൾ ആ ക്ലോത്തിൽ വരുന്ന ഒരു ധോത്തി ഉടുത്ത് കഴിയുമ്പോൾ ആ ക്ലോത്തിൽ വരുന്ന ചുളിവുകൾ ഡ്രേപ്പിങ്സ് ഒക്കെ നമുക്ക് ഇതിൽ കൊണ്ടുവരുത്താൻ വേണ്ടിയിട്ട് നീഡിലോ അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ടൂളോ ഉപയോഗിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കത് ഉണക്കാൻ വയ്ക്കാം കേട്ടോ. ഇനി ബാക്കി അപ്പർ ബോഡി പോർഷനാണ് നമ്മൾ സ്കൾപ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പർ ബോഡി എന്ന് പറയുമ്പോൾ ബെല്ലി തൊട്ടിട്ട് മുകളിലേക്ക് ഷോൾഡർ വരെയുള്ള ഭാഗമാണ് ഈ ഒരു ഇതിൽ ചെയ്യുക. ഞാനിത് ഒറ്റയടിക്ക് ചെയ്യാനുണ്ടായത് കേട്ടോ. അല്ലാതെ നിങ്ങൾ ഒരു ബിഗിനറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു താഴത്തെ ഭാഗം നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രം മുകളിലേക്കുള്ളത് വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഉണങ്ങുന്നതിന് മുമ്പ് വെച്ചാൽ ഷേപ്പ് പോകാൻ ചാൻസ് ഉണ്ട് താഴത്തത്. ഇത് നമ്മൾ ശരിക്കും വിനായക ചതുർത്ഥി ദിവസം തന്നെ ചെയ്ത് പോസ്റ്റ് ചെയ്യാനിരുന്ന ഒരു ഐഡോളാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിനി ഫേസും കൂടെ സ്കൾപ്റ്റ് ചെയ്യാം. ഇത് വളരെ ഡീറ്റെയിലിംഗ് ഒന്നും കൊടുക്കാതെ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. ഞാൻ സാധാരണ ഇതിൽ ഗണപതി ഐഡൽസ് ചെയ്യുമ്പം അധികം ഡീറ്റെയിലിംഗ് കൊടുക്കാറില്ലെങ്കിലും ഇതിൽ അത്രയും കൂടി ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടില്ല എന്ന് വേണം പറയാൻ. കുറച്ചും കൂടെയൊക്കെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടാണ് ഞാൻ ചെയ്യാറ്. ഇതിന് മുമ്പ് ചെയ്തതൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇത് ഞാൻ കുറച്ചും കൂടെ വളരെ സിമ്പിളായിട്ട് ചെയ്തതാണ്. പിന്നെ കുഞ്ഞ് ഐഡോളും കൂടെ ആയതുകൊണ്ട് അധികം ഡീറ്റെയിലിംഗ് ഒന്നും തന്നെ ഇതിൽ കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെവികളും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഉണക്കാൻ വെച്ചു. പക്ഷേ ഉണങ്ങി കഴിഞ്ഞിട്ട് എനിക്ക് ഈ രൂപത്തിലാണ് ഇത് കിട്ടിയത്. കാരണം താഴെ എന്തോ വീണിട്ട് ഡാമേജ് പറ്റിപ്പോയി. ആ ഉണക്കാൻ വെച്ച സാധനം നമ്മൾ മതിലിൻ്റെ പുറത്തേക്കാണ് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ഡാമേജ് പറ്റിപ്പോയപ്പോൾ പിന്നെ ഞാൻ വീണ്ടും ഒന്നേന്ന് ആ ബോഡിയും ഫേസ് എല്ലാം ചെയ്തു. പക്ഷേ സത്യം പറയാലോ ഞാൻ രണ്ടാമത് ചെയ്ത ഫേസും ബോഡിയും ഒക്കെയാണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടമായത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആദ്യം ചെയ്തതിനകത്ത് നമ്മൾ പെട്ടെന്ന് ചെയ്യാനുള്ള ഇതിൽ ചെയ്തതാണ്. പിന്നെ എനിക്ക് മനസ്സിലായി അതെന്താണേലും അന്ന് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് കംപ്ലീറ്റ് ചെയ്യില്ല. ഞാൻ ഉച്ചയായപ്പോൾ വീണ്ടും ഉണങ്ങിയോ നോക്കാൻ വേണ്ടി പോയപ്പോഴാണ് എനിക്കിത് ഡാമേജഡ് ആയിട്ട് കിട്ടിയത്. സോ അതുകൊണ്ട് അന്ന് ഏതായാലും പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെയും ഞാൻ ഒന്നേന്ന് അത് അത്രയും ഷൂട്ട് ചെയ്തതല്ലേ, അത് അത്രയും കളയാൻ പറ്റില്ല. അപ്പോൾ അത് പോസ്റ്റ് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം, നമ്മളൊരു കാര്യം തുടങ്ങി വെച്ചതല്ലേ. സോ അതുകൊണ്ട് ഞാൻ വീണ്ടും ബോഡിയും ഫേസും അതേ കളർ കോമ്പിനേഷനിലും സെയിം മെത്തേഡിലും സ്കൾപ്റ്റ് ചെയ്തെടുത്തു കേട്ടോ. എന്നിട്ട് ഇതുപോലെ കൈകളും സ്കൾപ്റ്റ് ചെയ്തു. ഞാൻ അതിനിടയ്ക്ക് സ്കൾപ്റ്റ് ചെയ്യണ കാണിച്ചു. ഞാൻ ഈ കാര്യം ഒന്ന് പറഞ്ഞപ്പോൾ അത് പറയാൻ വിട്ടുപോയതാണ്. അങ്ങനെ 4 കൈകളും സ്കൾപ്റ്റ് ചെയ്ത് ബോഡിയായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മളിതുപോലെ ഒരു ഷോൾ മാതിരിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ വയലറ്റ് കളറിൽ. അപ്പോൾ ഫേസ് കണ്ടോ, എനിക്ക് ആദ്യം ചെയ്ത ഫേസിനെക്കാട്ടിലും ഇതാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്, ചെവിയൊക്കെ. ഇനി നമുക്കിതുപോലെ ആയുധങ്ങൾ വെച്ച് കൊടുക്കാം. നമ്മൾ പാശവും അതുപോലെ കോടാലി മുഴുവാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അതുപോലെ തന്നെ ഓർണമെൻറ്റ്സും കൂടെ സ്കൾപ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 2-3 മാല, അതുപോലെ തന്നെ വള, തള, ഇങ്ങനെയുള്ള ആഭരണങ്ങളൊക്കെ ചെറുതായിട്ട് ഇതുപോലെ യെല്ലോ കളർ ക്ലേ വെച്ചിട്ട് വെച്ച് കൊടുക്കാം. സത്യം പറഞ്ഞാൽ നമ്മൾ ഞാനിപ്പോൾ ചെയ്ത പോലെ ഫസ്റ്റ് ചെയ്ത ആ ഒരു ബോഡിയും ഫേസൊക്കെ ചെയ്തപ്പോൾ ഒത്തിരി എഫർട്ട് ഉണ്ടായിരുന്നു. അത് ഉണങ്ങാൻ വെച്ചിട്ട് അത് ഡാമേജ്ഡ് ആയിപ്പോയപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല സങ്കടമായി. പക്ഷേ രണ്ടാമത് ചെയ്യുമ്പോൾ അത്രയും സെൽഫിഷ്നെസ് നമുക്ക് ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് പോസ്റ്റ് ചെയ്യണമെന്നോ, അന്ന് ഏതായാലും ചെയ്യാൻ പറ്റില്ലല്ലോ, അങ്ങനെ പെട്ടെന്ന് പോസ്റ്റ് ചെയ്യണമെന്നോ അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ട് ചെയ്തു. അതുകൊണ്ടാവും എനിക്ക് രണ്ടാമത് ചെയ്തതിനോട് എത്ര എഫർട്ട് പാഴായി എന്ന് പറഞ്ഞാലും രണ്ടാമത്തെ ഒരു ബോഡിയും ഫേസും എല്ലാം സ്കൾപ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഒരു ഇഷ്ടം തോന്നി അതിനോട്. ഇനി നമ്മൾ ഇതെല്ലാം നന്നാക്കി ഉണക്കിയെടുത്തതിന് ശേഷം ഇപ്പം നമ്മൾ ബേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു ലിഡിൻ്റെ പുറത്ത് കുറച്ച് ക്ലേ അപ്ലൈ ചെയ്തിട്ട് ബേസ് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കണ്ണ് വരച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ണ് ഇങ്ങനെ വരച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഫേസായിട്ട് അറ്റാച്ച് ചെയ്ത് നോക്കി. പിന്നെ 2 കുട്ടി കൊമ്പ് വെച്ചിട്ടുണ്ട്. ഒരു കൊമ്പ് ഒടിഞ്ഞാണല്ലോ, മറ്റേത് ഒരു കുഞ്ഞു കൊമ്പാണ്. കാരണം കുഞ്ഞു ഗണപതിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ബാക്കി കുറച്ച് ബ്ലഷ് മാതിരി അവിടെ ആയിട്ട് പിങ്ക് ഷെയ്ഡ് ഒന്ന് കൊടുത്തു കൊടുക്കാം. അപ്പോൾ ഫേസ് കുറച്ചുകൂടെ എൻഹാൻസ്ഡ് ആയിട്ട് കിട്ടും.
ഇനി നമുക്ക് ഗണപതിക്കുട്ടന് ഹെയർ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ബ്ലാക്ക് കളർ ക്ലേ എടുത്തതിന് ശേഷം നമുക്ക് ഹെയർ സ്കൾപ്റ്റ് ചെയ്ത് തുടങ്ങാം. പിന്നെ എങ്ങനെ ഹെയർ വെക്കുമ്പോൾ ഗണപതിക്കൊക്കെ ആകുമ്പോൾ ഒരുപാട് ഡീറ്റെയിലിങ്ങിൻ്റെ ആവശ്യമില്ല. ഫ്രണ്ടിൽ കുറച്ച് ഹെയറും അതുപോലെ തന്നെ പുറകിൽ കുറച്ച് ഹെയർ മാത്രമേ കാണുള്ളൂ. കാരണം നമ്മൾ ഇവിടെ ടർബനാണ് നമ്മൾ സ്റ്റൈലിങ്ങിന് വേണ്ടിയിട്ട് കൊടുക്കാൻ പോകുന്നത്. അതായത് കിരീടമോ ടർബനോ അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഹെയർ തന്നെ കുടുമി കെട്ടിയിട്ടുള്ള ഹെയർ സ്റ്റൈൽ അങ്ങനെയൊക്കെയാണല്ലോ സാധാരണ ഉണ്ടാവുക. അപ്പോൾ ഇത്തവണ നമ്മൾ ടർബനാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് ഡീറ്റെയിലിംഗ് ഒന്നും ഹെയറിന് ആവശ്യമില്ല. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം ഉണങ്ങിയതിന് ശേഷം നമുക്കിനി ടർബൻ കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് ഇതിനു മുമ്പ് ചെയ്തതെല്ലാം അടുപ്പിച്ച് ഞാൻ ചെയ്തിട്ടുള്ള ഗണേശ ഐഡോൾസ് എല്ലാം തന്നെ ബാൽ ഗണേശായിരുന്നു, കുഞ്ഞു ഗണപതിനെയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ എപ്പോഴും ഞാൻ കുടുമി കെട്ടിയിട്ടുള്ള ഹെയർ സ്റ്റൈലാണ് കൊടുക്കുക. അതിൽ തീമിൽ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിലും തലമുടിയിൽ എപ്പോഴും കുഞ്ഞു ഗണപതി ആയതുകൊണ്ട് തലമുടി ഇങ്ങനെ കുടുമി കെട്ടിയതായിരുന്നു. അപ്പോൾ ഇത്തവണ നമുക്ക് തലപ്പാവ് വെച്ചിട്ടുള്ള ഗണപതിയെ ചെയ്യാം. അപ്പോൾ അത് കുറച്ചും കൂടി ക്യൂട്ടായിരിക്കും. ഇതുപോലെ തലപ്പാവ് കെട്ടിക്കൊടുത്തിട്ട് അതിൻ്റെ എൻഡ് നമ്മളിങ്ങനെ മുകളിലേക്ക് വെച്ച് കൊടുക്കണം. പിന്നീട് അതിൽ വരുന്ന എക്സ്ട്രാ ഡ്രൈപ്പിങ്സൊക്കെ നമുക്ക് എങ്ങനെയാണ് ചുളിവുകൾ വരിക അതെല്ലാം നമ്മളിതുപോലെ കട്ട് ചെയ്തിട്ട് ഇംപ്രഷനായിട്ട് കൊടുക്കുക. എപ്പോഴും നമുക്ക് പ്ലെയിനായിട്ട് വേണമെങ്കിൽ വെക്കാം കേട്ടോ. അങ്ങനെ പ്ലെയിനായിട്ട് വെക്കുന്നതിനെക്കാട്ടിലും നമ്മളെങ്ങനെ ഡ്രേപ്പിങ്സിൻ്റെ ആ ഒരു അങ്ങനെ വരയായിട്ട് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ടിരിക്കുക. അതിനാണ് അങ്ങനെ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് ക്ലോത്ത് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് കുറച്ചിങ്ങനെ വെച്ചിരിക്കുന്ന പോലെയും കൂടെ വെക്കുമ്പോൾ അത് കുറച്ചും കൂടെ ഭംഗിയായിട്ടിരിക്കും. ഇനി നിങ്ങൾക്ക് ഇതിന് പകരം കിരീടമാണ് വയ്ക്കാൻ ഇഷ്ടം എന്നുണ്ടെങ്കിൽ കിരീടം വേണമെങ്കിലും വെക്കാം. ഞാൻ കിരീടം അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല, മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ഫുൾ കിരീടം വെച്ചിട്ട് നമുക്ക് പിന്നീട് ഒരിക്കൽ അങ്ങനത്തെ ഒരെണ്ണം കൂടെ ചെയ്യാം. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി ഏതൊരു ഐഡോളിനാണെങ്കിലും നമ്മൾ ആ ഒരു റിച്ച് ലുക്ക് കുറച്ചും കൂടെ ഒരു റോയൽ ലുക്ക് അല്ലെങ്കിൽ ഒരു ഫിനിഷ്ഡ് ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റഡ് ലുക്ക് കൊടുക്കാൻ വേണ്ടി ഗോൾഡ് വെച്ചിട്ടൊന്ന് എൻഹാൻസ് ചെയ്യുമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആഭരണങ്ങളിലും അതുപോലെ ക്ലോത്തിങ്ങിലും നമ്മളിതുപോലെ ഗോൾഡ് വെച്ചിട്ട് ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് ആവും. ഇനി നമുക്ക് ബേസിലേക്ക് നമ്മുടെ ഐഡോളിൻ്റെ പോർഷൻ ഒട്ടിച്ചു കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സ്ട്രോങ് ഗ്ലൂ യൂസ് ചെയ്താൽ മതി. ഞാനിവിടെ ഫെവിക്കോൾ ഓൾ ഫിക്സ് ഗ്ലൂ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. കുറച്ച് നേരം കഴിയുമ്പോൾ നന്നായിട്ട് ഒട്ടിക്കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഐഡോളിൻ്റെ കംപ്ലീറ്റഡ് ലുക്ക്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഐഡോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയൊരു മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഏതൊരു കാര്യം ചെയ്യുമ്പോഴും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് തീർക്കുക എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് കുറച്ചും കൂടെ ടൈം എടുത്തിട്ട് സ്ലോ ആയിട്ട് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ നല്ല റിസൾട്ട് കിട്ടുകയെന്ന്. എല്ലാ കാര്യത്തിലും അല്ല, അറ്റ്ലീസ്റ്റ് ആർട്ടിൻ്റെ കാര്യത്തിലെങ്കിലും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു കുട്ടി ഗണേശ ഐഡോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്. Cheers!